എഴുതാനായിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. പാരന്റ്സിന് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഈറ്റ് എന്ന് എഴുതുന്നത് 2 വവൽസ് ഒരുമിച്ച് വന്നു. അപ്പൊ ഫസ്റ്റ് വവലിന്റെ സൗണ്ട്, അതായത് കറക്റ്റ് വവലിന്റെ പ്രൊനൗൺസിയേഷൻ പറയാമല്ലോ. അത് നമ്മൾ ഫോണിക് സൗണ്ട് അല്ല പറയണത്, ഈ എന്നുള്ള വാക്ക് തന്നെയായിട്ട് അവിടെ പ്രൊനൗൺസ് ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ ഇത് കണ്ടോ, ഈ 2 വാക്കുകൾ വരുന്നത് കൊണ്ടാണ് അവിടെ ഈറ്റ് എന്ന് വന്നത് കേട്ടോ. ഇനി നമ്മൾ പറയേണ്ടത് സി. അത് എങ്ങനെ വന്നേ? ഇതുപോലെ തന്നെ 2 വേർഡ്സ് വന്നു. അതുകൊണ്ടാണ് 2 ആ വാക്കുകൾ, വേർഡ്സ് അല്ല സോറി, ആൽഫബറ്റ്സ് വന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഫസ്റ്റ് വവലിന്റെ സൗണ്ട് എടുത്തിട്ട് നമ്മൾ അവിടെ പറയാൻ കാരണം. പിന്നെ ഇനി വരുന്നത് മീറ്റ്. മീറ്റ് അത് നോക്കുക. അപ്പൊ നമ്മൾ എഴുതിയത് മറക്കരുത്. ഈ 2 ഇതിന്റെ അടിയിൽ ഇങ്ങനെ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പഠിപ്പിക്കുക കേട്ടോ മക്കളെ. അത് പഠിപ്പിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ തെറ്റ് വരാണ്ടിരിക്കും. അവര് അത് ശ്രദ്ധിക്കും. നാളെ അവര് അത് എഴുതി പഠിപ്പിക്കുന്ന സമയത്തും ഇതുപോലെ അണ്ടർലൈൻ ചെയ്ത് പഠിപ്പിക്കുക. എന്നിട്ട് എന്തുകൊണ്ടാണെന്നുള്ളത് അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പഠിപ്പിച്ചു പോവുക കേട്ടോ. സോറി. അതുപോലെ തന്നെ ടെയിൽ എന്ന് പഠിപ്പിക്കുക. എങ്ങനെ ടെയിൽ എങ്ങനെ വരും? TAIL ടെയിൽ. ആ ടെയിലിന്റെ എങ്ങനെയാണ് വന്നത്? എന്തുകൊണ്ടാ വന്നത്? ദിയ പറയോ, സിയ പറയോ? AI വന്നു. അപ്പൊ എയുടെ സൗണ്ട് അവിടെ ഉപയോഗിച്ചു, ടെയിൽ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കണത്. അപ്പൊ AEIOU അങ്ങനെയുള്ള വവൽസിന്റെ അത് വന്നു കഴിഞ്ഞാലുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് മക്കളെ പഠിപ്പിച്ചോളൂ. ഇതുപോലുള്ള വാക്കുകൾ അവർക്ക് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പോ കറക്റ്റ് ആയിട്ട് തെറ്റ് തിരുത്താനായിട്ട് നമുക്ക് അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വന്ന് നമ്മുടെ വീട്ടിൽ അവർ ചോദിക്കുമ്പോൾ അവർക്കത്